നാട്ടിലെത്തുന്ന പ്രവാസികൾക്ക് ആശങ്ക വേണ്ട. സൗകര്യമൊരുക്കി സർക്കാർ. അവധിക്കായി നാട്ടിലെത്തുന്ന പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ സൗകര്യങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ടെസ്റ്റ് തീയതി കിട്ടാൻ പ്രവാസികൾ അനുഭവിക്കുന്ന പ്രയാസം ചൂണ്ടിക്കാണിച്ച് സമർപ്പിച്ച നിവേദനത്തിന് പരിഹാരമായിട്ടായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. കേരളീയ സമാജം ബഹ്റൈനിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഗണേഷ് കുമാർ. അവിടെ വെച്ചാണ് മന്ത്രിക്ക് കാസർഗോഡ് ജില്ലാ പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റും ബഹ്റൈൻ കേരളീയ സമാജം കോർ കമ്മിറ്റി അംഗവുമായ രാജേഷ് കോടോത്ത് നിവേദനം നൽകിയത്. അങ്ങനെയാണ് പ്രവാസികൾക്ക് 5 ദിവസത്തിനുള്ളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡേറ്റ് നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്ന് മന്ത്രി വേദിയിൽ വെച്ച് പ്രഖ്യാപിച്ചത്. സാധാരണയായി 1 മാസത്തെ അവധിക്കായിരിക്കും മിക്ക പ്രവാസികളും നാട്ടിലെത്തുന്നത്. ആ സമയത്താണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത്. എന്നാൽ ലൈസൻസ് എടുക്കുന്നതിനായുള്ള അപേക്ഷ നൽകി കഴിഞ്ഞാൽ 1-2 മാസം കഴിഞ്ഞുള്ള ടെസ്റ്റ് തീയതിയാണ് ലഭിക്കാറുള്ളത്. അപ്പോഴേക്കും പ്രവാസികൾക്ക് അവധി കഴിഞ്ഞ് മടങ്ങിപ്പോകേണ്ടി വരും. ഇത്തരത്തിൽ പലതവണയായി ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷ നൽകിയിട്ട് ലൈസൻസ് എടുക്കാൻ സാധിക്കാതെ പോയ നിരവധി പ്രവാസികളുണ്ട്. പലതവണ ടെസ്റ്റിന് അപേക്ഷ നൽകിയിട്ടും തീയതി ലഭിക്കാത്തത് കാരണം ലൈസൻസ് എടുക്കാൻ സാധിക്കാത്ത നിരവധി പേരാണ് പ്രവാസ ലോകത്തുള്ളത്. നിലവിൽ GCC രാജ്യങ്ങളിൽ ഡ്രൈവിംഗിൽ വൈദഗ്ധ്യം നേടിയ പലർക്കും ലൈസൻസ് ഇല്ലാത്തതിനാൽ സ്വന്തം നാട്ടിൽ വാഹനമോടിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത്. ടെസ്റ്റ് വേഗത്തിലാകുന്നതോടെ ഇതിന് പരിഹാരമാകും. ഗൾഫ് രാജ്യങ്ങളിൽ വാഹനമോടിക്കുന്നതിന് വൈദഗ്ധ്യം നേടിയ പല പ്രവാസികൾക്കും സ്വന്തം നാട്ടിൽ വാഹനമോടിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ലൈസൻസ് ഉള്ളവർക്ക് നാട്ടിൽ നിയമപരമായി വാഹനമോടിക്കാനുള്ള അനുവാദം നൽകുകയോ അല്ലെങ്കിൽ പ്രവാസികൾക്ക് ഒരു എക്സ്പ്രസ് ടെസ്റ്റ് നടത്താനുള്ള സംവിധാനം ഒരുക്കുക എന്ന പ്രവാസികളുടെ ആവശ്യമാണ് ഇതോടെ നടപ്പിലാകാൻ പോകുന്നത്. അതേസമയം ലൈസൻസ് കാലാവധി തീർന്നാൽ സാധാരണ ഏജന്റുമാരെ സമീപിക്കുകയാണ് പതിവ്. എന്നാൽ കാലാവധി തീർന്ന ലൈസൻസ് പുതുക്കാൻ അപേക്ഷിക്കുന്നതും ഫീസ് അടയ്ക്കുന്നതുമെല്ലാം ഓൺലൈനായി സ്വയം ചെയ്യാം. മോട്ടോർ വാഹന വകുപ്പിലെ നടപടികളെല്ലാം ഇപ്പോൾ ഓൺലൈനാണ്. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം അവയുടെ കോപ്പി RT ഓഫീസിൽ എത്തിച്ചാൽ മതി. കാലാവധി തീർന്നാൽ 1 വർഷത്തിനകം ഫൈനില്ലാതെ ലൈസൻസ് പുതുക്കാം. അതിനുശേഷമാണെങ്കിൽ പുതിയ ലൈസൻസ് എടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പാലിക്കണം. 5 വർഷം വരെ പാർട്ട് 2 ആയ റോഡ് ടെസ്റ്റ് മാത്രം മതി. അതിനുശേഷമാണെങ്കിൽ പാർട്ട് 1 ഗ്രൗണ്ട് ടെസ്റ്റും ചെയ്യണം. ഇപ്പോൾ ലൈസൻസ് കാലാവധി തീരുന്നതിന് 1 വർഷം മുൻപും പുതുക്കാൻ അവസരമുണ്ട്. എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ ലൈസൻസ് ബ്ലാക്ക് ലിസ്റ്റ് ആകും. പിഴ അടയ്ക്കുക, ലൈസൻസ് സസ്പെൻഷൻ തുടങ്ങിയ ശിക്ഷാ കാലാവധിക്ക് ശേഷമോ അല്ലെങ്കിൽ നേരിട്ട് ഹിയറിംഗിന് വിളിപ്പിക്കുകയോ ചെയ്ത ശേഷം മാത്രമേ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് പേര് മാറ്റുകയുള്ളൂ. അതേസമയം അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാനുള്ള നടപടിക്രമങ്ങൾ ഓൺലൈനായി പൂർത്തിയാക്കാവുന്ന രീതി ഇന്ത്യ പരിഷ്കരിച്ചിരുന്നു. ഇന്ത്യൻ പൗരത്വം തെളിയിക്കുന്ന രേഖയും നിലവിലുള്ള ഡ്രൈവിംഗ് ലൈസൻസും പാസ്പോർട്ടും ഓൺലൈനായി അപ്ലോഡ് ചെയ്താൽ മതി. ഫീസും ഓൺലൈനായി അയക്കാം. സാരഥി വെബ്സൈറ്റ് വഴി ലൈസൻസ് നൽകിയിട്ടുള്ള രജിസ്റ്ററിംഗ് അതോറിറ്റിയുടെ പരിധിയിലുള്ള ഓഫീസിലാണ് അപേക്ഷ നൽകേണ്ടത്. പാസ്പോർട്ടിലെയും ഡ്രൈവിംഗ് ലൈസൻസിലെയും പേര്, അച്ഛന്റെ പേര്, ജനന തീയതി എന്നിവ ഒരേപോലെയാണെങ്കിൽ ലൈസൻസ് അനുവദിക്കും. പാസ്പോർട്ടിലും ലൈസൻസിലും മേൽവിലാസം ഒന്നാകണമെന്ന നിർബന്ധവുമില്ല. ലൈസൻസ് പെർമിറ്റിനായുള്ള അഭിമുഖത്തിന് നേരിട്ട് RT ഓഫീസിൽ ഹാജരാകാൻ അപേക്ഷകനോട് ആവശ്യപ്പെടരുതെന്ന് ഉദ്യോഗസ്ഥർക്ക് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടെ വിദേശത്തുള്ളവർക്കും ഓഫീസിൽ വരാതെ തന്നെ ലൈസൻസിന് അപേക്ഷിക്കാനാകും. അന്താരാഷ്ട്ര ലൈസൻസിന് അപേക്ഷിക്കുന്നതിനൊപ്പം സംസ്ഥാനത്തുള്ള നോമിനിയുടെ വിവരവും മേൽവിലാസവും തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും അപേക്ഷകന്റെ സത്യവാങ്മൂലവും അപ്ലോഡ് ചെയ്യണം. അന്താരാഷ്ട്ര ലൈസൻസ് ഇവർക്ക് അയച്ചു നൽകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.